ഭാരതം ഇന്ന് വെറുമൊരു ആയുധ ഇറക്കുമതി രാജ്യമല്ല, മറിച്ച് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സ്വന്തമായിട്ട് വികസിപ്പിക്കുന്ന ഒരു പ്രതിരോധ ശക്തിയായിട്ട് തന്നെ നമ്മൾ ലോകത്തിനു മുന്നിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. 2026 ഇന്ത്യൻ സേനകളുടെ കരുത്ത് അങ്ങേയറ്റം വർദ്ധിപ്പിക്കാൻ പോകുന്ന വിപ്ലവകരമായ ചില പദ്ധതികളെക്കുറിച്ചാണ് ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. അതായത് നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന നമ്മുടെ അഭിമാനമായ ആകാശത്തെ കരുത്തനാകാൻ പോകുന്ന തേജസ് മാർക്ക് 2 വിമാനങ്ങളാണ് വ്യോമസേനയുടെ നട്ടെല്ലായിട്ട് മാറാൻ പോകുന്നത്. തേജസ് മാർക്ക് 2വിൻ്റെ ആദ്യത്തെ വിമാനം 2026 ആകാശത്തേക്ക് ഉയരുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ കയ്യിലുള്ള തേജസ് വിമാനങ്ങൾ ഒരു ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആണെങ്കിൽ ഇതൊരു മീഡിയം വെയ്റ്റ് ഫൈറ്ററാണ്. ഇതിൽ ഘടിപ്പിക്കുന്ന G5 എഞ്ചിൻ ഈ വിമാനത്തിന് അങ്ങേയറ്റത്തെ ഉയർന്ന വേഗതയും കൂടുതൽ ഭാരവും വഹിക്കാനുള്ള ശേഷിയും നൽകുന്നുണ്ട്. അതുകൂടാതെ 6.5 ടൺ ആയുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന രീതിയിലുള്ള 13 ഹാർഡ് പോയിന്റുകൾ ഈ വിമാനത്തിലുണ്ട്. ഈ വിമാനത്തിൽ ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഉള്ളതുകൊണ്ട് തന്നെ വളരെ ഉയർന്ന ആംഗിൾ ഓഫ് അറ്റാക്ക് പരിധിയിലും അസാമാന്യമായ മാനുവലിറ്റി കാഴ്ചവെക്കാനും ഇതിന് സാധിക്കും. പിന്നെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഇലക്ട്രോണിക്സ് വാർഫെയർ സിസ്റ്റംസ് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന ഉത്തം എസ് റഡാറുകൾ, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഇൻറ്റേർണൽ ജാമറുകൾ, മിസൈൽ അപ്രോച്ച് വാർണിംഗ് സിസ്റ്റംസ്, ഡിജിറ്റൽ റഡാർ വാർണിംഗ് സിസ്റ്റംസ്, ലേസർ വാർണിംഗ് സിസ്റ്റം, ശത്രു വിമാനങ്ങളെ നിശബ്ദമായിട്ട് കണ്ടെത്താൻ സഹായിക്കുന്ന ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സംവിധാനങ്ങൾ, ഇതെല്ലാം ഈ വിമാനത്തിനെ ഒരു ലോകോത്തര ഫൈറ്റർ വിമാനമാക്കി മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 5ാം തലമുറ വിസ്മയമായിട്ടുള്ള ആകാശ വിമാനങ്ങൾ തന്നെയാണ്. 2026 ഇന്ത്യയുടെ ആദ്യ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനമായിട്ടുള്ള AK, അതായത് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റിൻ്റെ പ്രോട്ടോടൈപ്പ് പുറത്തിറങ്ങുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, സ്റ്റെൽത്ത് രൂപകൽപ്പന തന്നെയാണ്. ആഫ്റ്റർ ബേണർ ഉപയോഗിക്കാതെ തന്നെ ശബ്ദത്തിനേക്കാളും വേഗത്തിൽ കുതിക്കാൻ കഴിയുന്ന സൂപ്പർ ക്രൂസ് കേപ്പബിലിറ്റി ഇതിലുണ്ടാകും. ലോകത്തിലെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള, ഏറ്റവും ആധുനികവുമായിട്ടുള്ള, ഏറ്റവും അഡ്വാൻസ്ഡുമായിട്ടുള്ള ഇലക്ട്രോണിക് വാർഫെയർ റെസ്യൂട്ടും AK വിമാനങ്ങളിൽ ഉണ്ടാകും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ച് സാംബർ ലൈറ്റ് ടാങ്കുകൾ ചൈനീസ് അതിർത്തിയിലെ വളരെ ഉയർന്ന മലനിരകളിൽ T-72, T-19 ടാങ്കുകളെക്കാളൊക്കെ അതിവേഗത്തിൽ നീങ്ങാനായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. സൊരാവർ ടാങ്കുകൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 14,000 അടി മുകളിലേക്ക് ലഡാക്ക്, സിക്കിം, അരുണാചൽ പ്രദേശ് ഇങ്ങനെയുള്ള മേഖലകളിൽ വളരെ വേഗത്തിൽ സുഗമമായിട്ട് സഞ്ചരിക്കാനായിട്ട് ഈ ടാങ്കുകൾക്ക് സാധിക്കുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ടാങ്കാണ് സൊരാവർ. ഇതിലൂടെ ശത്രുക്കളുടെ ലക്ഷ്യങ്ങളെ സ്വയം തിരിച്ചറിയാനും കൃത്യമായിട്ട് ലോക്ക് ചെയ്യുവാനും ഇതിന് സാധിക്കും. കൂടാതെ ഈ ടാങ്കിൻ്റെ കൂടെ ഡ്രോൺ ഇൻ്റഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ടാങ്കിൻ്റെ കൂടെ പറക്കുന്ന ഡ്രോണുകൾ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള കാഴ്ചകൾ ടാങ്കിൻ്റെ ഉള്ളിലിരുന്ന് കാണാവുന്ന രീതിയിൽ ഇതിനെ സഹായിക്കും. അതായത് ഒരു സീ-ത്രൂ ആർമർ എന്ന് ഇതിനെ നമുക്ക് വിളിക്കാം. വെറും 25 ടൺ മാത്രം ഭാരമുള്ള ടാങ്ക് ആയതുകൊണ്ട് തന്നെ ഇതിനെ വളരെ എളുപ്പത്തിൽ C-70 വിമാനങ്ങളിൽ അതിർത്തിയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും എത്തിക്കാം. പിന്നെ ഇനി കാണാൻ പോകുന്ന മിസൈൽ സാങ്കേതിക വിദ്യയിലെ വിപ്ലവം തന്നെയാണ്. അതിൽ ആദ്യത്തേത് നമ്മുടെ സ്വന്തം അസ്ത്ര മാർക്ക് 2 മിസൈലുകളാണ്. 160 കിലോമീറ്റർ ദൂരപരിധിയുള്ള എയർ ടു എയർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകൾ 2026 ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗമാകും. ഇതിൽ ഡ്യുവൽ പൾസ് മോട്ടോർ ഉപയോഗിക്കുന്നത് കൊണ്ട് ലക്ഷ്യത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ഈ മിസൈലിന് വീണ്ടും വേഗത കൂട്ടാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കൂടെ തന്നെ 200 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുകൾ ഇപ്പോൾ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവയും 2026 തന്നെ വായുസേനയുടെ ഭാഗമാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനെല്ലാം പുറമെ അസ്ത്ര മാർക്ക് 3യുടെയും ഡെവലപ്മെൻറ്റ് ട്രയൽസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 350 കിലോമീറ്റർ ദൂരപരിധിയുള്ള അസ്ത്ര മാർക്ക് മിസൈലുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ലോങ് റേഞ്ച് മിസൈലുകളിൽ ഒന്നായിരിക്കും. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് റാം ജെറ്റ് സാങ്കേതിക വിദ്യയാണ്. അതുകൊണ്ട് തന്നെ ഈ മിസൈലിന് ഹൈപ്പർസോണിക് വേഗതയിൽ കുതിക്കാനും സാധിക്കും. അടുത്ത് വരുന്നത്
റഷ്യക്കാരുടെ ഹൈപ്പർസോണിക് ഡെത്ത് എന്ന് പേരിട്ട് വിളിച്ച രുദ്രം റഷ്യക്കാർ ഹൈപ്പർസോണിക് ഡെത്ത് എന്ന് പേരിട്ട് വിളിച്ച രുദ്രം ആൻറ്റി റേഡിയേഷൻ മിസൈലുകളും ശത്രുക്കളുടെ റഡാറുകളെയും കമ്മ്യൂണിക്കേഷൻ ടവറുകളെയും എല്ലാം 100% കൃത്യതയോടുകൂടി ലക്ഷ്യം വയ്ക്കുന്ന മിസൈലുകളാണ് രുദ്രം ആൻറ്റി റേഡിയേഷൻ മിസൈലുകൾ. രുദ്രം 1 മിസൈൽ ഓൾറെഡി നമ്മൾ എയർഫോഴ്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2026 രുദ്രം 2 മിസൈൽ സീരീസ് പ്രൊഡക്ഷൻ ആരംഭിക്കാൻ പോകുന്നു. 350 കിലോമീറ്റർ ആയിരിക്കും ഇതിൻ്റെ റേഞ്ച്. ഇതിനു പുറമെ രുദ്രം 3യുടെ ലോങ് റേഞ്ച് പരീക്ഷണങ്ങളും 2026 തന്നെ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 550 കിലോമീറ്റർ അകലെയുള്ള ശത്രുക്കളുടെ റഡാറുകളെ തകർക്കാൻ ശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈലാണ് രുദ്രം 3. ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് ഇന്ത്യയുടെ വിമാനങ്ങൾക്ക് വളരെ സുരക്ഷിത പാത ഒരുക്കാൻ വേണ്ടിയിട്ടാണ് സീഡ് മിഷൻ എന്ന് പറയും ഇതിനെ. അതായത് നമുക്ക് സുരക്ഷിതമായ നമ്മുടെ വിമാനങ്ങൾക്ക് പാത ഒരുക്കാനുള്ളത്. സെപ്പറേഷൻ ഓഫ് എനിമി എയർ ഡിഫൻസ് മിഷൻ എന്നും പറയും. ഇതിനു വേണ്ടിയിട്ടാണ് രുദ്രം 3 മിസൈലുകൾ നമ്മളെ സഹായിക്കും. എടുത്തു പറയേണ്ട മറ്റൊരു മിസൈൽ സിസ്റ്റമാണ് ആകാശ് പ്രൈം എന്ന് പറയുന്നത്. പുതിയ തലമുറയിലെ ഈ ആകാശ് മിസൈലുകൾ ചൈനയുടെ അതിർത്തിയിൽ വിന്യസിച്ച് തുടങ്ങാനാണ് പോകുന്നത്. 2026 ശത്രുക്കളുടെ വിമാനങ്ങളെയും ഡ്രോണുകളെയും ഒക്കെ ഏത് കാലാവസ്ഥയിലും തകർക്കാനായിട്ട് ഇതിന് സാധിക്കുന്നത്. ഇനി അടുത്ത് കാണാൻ പോകുന്നത് നമ്മുടെ സ്വന്തം പ്രൊജക്റ്റ് കുഷയാണ്. അതായത് റഷ്യയുടെ S-400 സിസ്റ്റത്തിന് പകരമായിട്ട് ഇന്ത്യ വികസിപ്പിക്കുന്ന ഒരു ലേഡ് എയർ ഡിഫൻസ് സിസ്റ്റം പ്രൊജക്റ്റാണ് കുഷ. ഇതിൻ്റെ ആദ്യ പരീക്ഷണങ്ങൾ M1 ഇൻ്റർ സെപ്റ്റംബറിൽ പരീക്ഷണം നടത്തും. 2026 അത് നടക്കും. കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 3 തട്ടുകളിലുള്ള സുരക്ഷ ഒരുക്കുന്ന ഒരു സംവിധാനമാണ്. 150 കിലോമീറ്റർ, 250 കിലോമീറ്റർ, 350 കിലോമീറ്റർ എന്നിങ്ങനെ വിവിധ ദൂരപരിധിയിലുള്ള 3 മിസൈലുകൾ ഇതിലുണ്ടാകും. ഡ്രോണുകൾ മുതൽ സ്റ്റെൽത്ത് വിമാനങ്ങൾ വരെ തകർക്കാൻ ശേഷിയുള്ള ഈ സംവിധാനം ഇന്ത്യയുടെ പ്രധാന നഗരങ്ങൾക്ക് സംരക്ഷണം നൽകും. അതുപോലെ തന്നെ പതിവ് പോലെ നാവികസേനയിലും വളരെ മുന്നേറ്റങ്ങൾ ഇതിലൂടെ ഉണ്ടാകും. 2026 ഇന്ത്യയുടെ കൽവരി ക്ലാസ്, അതായത് സ്കോർപിയൻ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട അന്തർവാഹിനികളിൽ നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച AIP സംവിധാനങ്ങൾ ഘടിപ്പിക്കും. AIP സംവിധാനം എന്ന് പറഞ്ഞാൽ AIP സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പർഷൻ എന്നാണ്. ഇത് ഘടിപ്പിക്കുന്നതോടുകൂടി അന്തർവാഹിനികൾക്ക് 2 ആഴ്ചയോളം വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കാനായിട്ട് സാധിക്കും. AIP സംവിധാനമില്ലാത്ത അന്തർവാഹിനികൾക്ക് 2-3 ദിവസം കൂടുമ്പോൾ ഉപരിതലത്തിലേക്ക് പൊങ്ങി വരേണ്ടതായിട്ടുള്ള ആവശ്യകതകളുണ്ട്. പിന്നെ വരുന്നതാണ് ഇന്ത്യയുടെ 3ാമത്തെയും 4ാമത്തെയും ആണവ അന്തർവാഹിനികളായിട്ടുള്ള S3യും, അതായത് INS അരിഹാദും S4 INS അരിദമനം. ഇത് രണ്ടും 2026 നാവികസേനയുടെ കൂടെ കമ്മീഷൻ ചെയ്യും. അതായത് സമുദ്രത്തിൻ്റെ അടിയിൽ ഏത് സമയവും ശത്രുവിനെ തകർക്കാൻ ശേഷിയുള്ള ആണവ മിസൈലുകൾ വഹിക്കുന്ന ഒരു അന്തർവാഹിനി നമുക്ക് സജ്ജമായിരിക്കും. 2026 ഫെബ്രുവരിയിലായിരിക്കും അത്യാധുനിക സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ആയിട്ടുള്ള മഹേന്ദ്രഗിരി ഇന്ത്യയുടെ നാവികസേനയ്ക്ക് കൈമാറാനായിട്ട് പോകുന്നത്. പ്രൊജക്ട് 70A സീരീസിലെ 7ാമത്തെയും അവസാനത്തെയും യുദ്ധക്കപ്പലാണിത്. പ്രധാനമായിട്ടും കാണാൻ പോകുന്നത് റഷ്യയുടെ സഹകരണത്തോടുകൂടി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളാണ്. ഈ ഫ്രിഗേറ്റുകളെ ത്രിപൂർ ക്ലാസ് എന്നാണ് വിളിക്കുന്നത്. ഗോവ ഷിപ്പ്യാർഡിലെ റഷ്യയുടെ സഹായത്തോടു കൂടി നിർമ്മിക്കുന്ന 2 അത്യാധുനിക സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളിൽ ആദ്യത്തേത് 2026 കമ്മീഷൻ ചെയ്യും. അതിനുശേഷം INS തപസ്യ എന്ന് പറയുന്ന 2027 ആദ്യം തന്നെ കമ്മീഷൻ ചെയ്യും. അതുപോലെ തന്നെ റഷ്യയിൽ നിർമ്മിച്ച INS തുഷീലും INS തമാലും 2024-25 ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നാവികസേനയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു പറയത്തക്ക ഒരു നേട്ടമാണ് നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ഷോർ പെട്രോൾ വെസൽസ് NGOPV എന്ന് പറയും. സമുദ്ര നിരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ശ്രേണിയിലെ 11 കപ്പലുകൾ നിർമ്മിക്കാനുള്ള കരാറിലെത്തിയിരിക്കുന്നത്. ആദ്യത്തെ കപ്പൽ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞു. എന്തായാലും ഇന്ത്യ കുതിക്കുകയാണ്. ഈ ശത്രുക്കളെ തകർക്കാനുള്ള എല്ലാ രീതിയിലുള്ള പടയൊരുക്കങ്ങളും ഇന്ത്യ തുടങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും.